തട്ടയിൽ അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘം സാമ്പത്തിക തട്ടിപ്പെന്ന ഉദ്ദേശത്തോടെ തട്ടിക്കൂട്ടിയ സംവിധാനം. 2017 തുടങ്ങിയ സംഘത്തിൽ പല തസ്തികകളിലേക്ക് ആളെ ആവശ്യമുണ്ടെന്ന് പരസ്യം നൽകിയാണ് വല വിരിച്ചതത്രേ. എഴുത്തു പരീക്ഷയും മുഖാമുഖവും ഉണ്ടായിരുന്നു. ചിലർക്കെല്ലാം നിയമന ഉത്തരവും കിട്ടി. ജോലിയിൽ പ്രവേശിക്കുന്നതിന് ഏതാനും ദിവസം മുൻപാണ് വിശാഖകുമാർ ഉദ്യോഗാർത്ഥികളെ സമീപിച്ചതത്രേ. 5 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെ ആവശ്യപ്പെട്ടു. ചിലരോട് കടമായിട്ട് പണം ചോദിക്കുകയായിരുന്നു. നേരിട്ട് പണം കൈമാറണമെന്ന നിർദ്ദേശത്തിലെ ചതി പലരും തിരിച്ചറിഞ്ഞത് വൈകി മാത്രമാണ്. വിശാഖനും ഭാര്യ ശ്രീകലയും അതിൻ്റെ സഹായി ബീനാരാജും കൂടെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് പറഞ്ഞ് മോൻ എംകോം കഴിഞ്ഞ് നിൽക്കുകയാണ്, ഞങ്ങളുടെ ബാങ്കിൽ ഒരു വേക്കൻസി ഉണ്ട്, അതുകൊണ്ട് അവിടെ ഒരു പൈസയും നിങ്ങൾ തരണ്ട, മോനവിടെ നല്ലപോലെ ബാങ്കിൽ നടത്തിക്കൊണ്ട് പോയാൽ മതി, മിടുക്കനെന്ന് അറിഞ്ഞുകൊണ്ട് വന്നതാണ്, എൻ്റെ ഭാര്യയുടെ ചേച്ചിയുടെ റെക്കമെൻഡ് വന്നാണെന്ന് പറഞ്ഞാൽ അവർ വീട്ടിൽ വരുന്നത്. വിശാഖകുമാർ, ഭാര്യ, ഇവരുടെ അടുത്ത ബന്ധു എന്നിവരടക്കം 3 പേരാണ് പണമിടപാടുമായി ബന്ധപ്പെട്ടതെന്നാണ് പരാതിക്കാർ പറയുന്നത്. തട്ടിപ്പ് വ്യക്തമായതോടെയാണ് പലരും വിശാഖകുമാറിനെ കുറിച്ച് വിശദമായി അന്വേഷിച്ചു തുടങ്ങിയത്. പണം നഷ്ടപ്പെട്ട 11 പേരാണ് പരാതിയുമായി രംഗത്തുള്ളത്. ഇവിടെ അല്ലായിരുന്നു അന്ന് ബാങ്കിൽ പ്രവർത്തിച്ചത്. അത് മാമൂർ എന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്തെ ജംഗ്ഷനാണ്. അവിടെ എൻ്റെ വൈഫ് 4 ദിവസം 5 ദിവസം ചെന്നു. അന്ന് അവർക്ക് HDC എന്ന് പറഞ്ഞ കോഴ്സ് ചെയ്യണം, എങ്കിലേ നമുക്ക് ക്ലർക്കൽ പോസ്റ്റിലോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ അത് പഠിക്കാൻ വേണ്ടി അവർ കൊട്ടാരക്കര 1 വർഷം പഠിക്കുമായിരുന്നു. ആ സമയങ്ങളിൽ ഇതേ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്, ഇതേ വാഗ്ദാനം കൊടുത്തുകൊണ്ട് ഒരുപാട് ആൾക്കാരെ അവിടെ ജോലിക്ക് വെക്കുകയും ചെയ്തു. എൻ്റെ വൈഫിൻ്റെ ഒപ്പിട്ട് അവർക്ക് സാലറി 4000 രൂപ വെച്ച് കൊടുക്കുകയും ചെയ്തിരുന്നു. ജോലിക്കായി സ്വർണം വിറ്റ് പണം നൽകിയവരും വായ്പ എടുത്തവരുമുണ്ട്. വിരമിക്കൽ ആനുകൂല്യം മക്കളുടെ ജോലിക്കായി നൽകിയവരും ഇക്കൂട്ടത്തിലുണ്ട്. എല്ലാവരും കുടുങ്ങിയ നിലയിലാണ്. വഞ്ചിതരായവർ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് സമരത്തിനൊരുങ്ങുകയാണ്. അതേസമയം പണം നഷ്ടപ്പെട്ടതായി കാട്ടി ലഭിച്ച ഒരു പരാതിയിൽ വിശാഖകുമാറിനെ പ്രതിയാക്കി കേസെടുത്തുവെന്ന് കൊടുമൺ പോലീസ് വിശദീകരിച്ചു. നിലവിൽ ഇയാൾ ചെക്ക് കേസിൽ പ്രതിയായി ജയിലിൽ കഴിയുകയാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം. അതേസമയം സാമ്പത്തിക തട്ടിപ്പിൽ വിശദീകരണം തേടി ഇയാളുടെ കുടുംബാംഗങ്ങളെ സമീപിച്ചുവെങ്കിലും വീടിന് പുറത്തു വരാനോ പ്രതികരിക്കാനോ ആരും തയ്യാറായില്ല. കോൺഗ്രസ് പ്രാദേശിക നേതാവായിരുന്നു വിശാഖകുമാർ. പന്തളം തെക്കേക്കര ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.